അമ്മ എനിക്കെന്നും ഒരു മാതൃകയായിരുന്നു. എൻ്റെ വിദ്യാഭ്യാസത്തെയും സ്വഭാവത്തെയും കരുപിടിപ്പിക്കുന്നതിൽ അമ്മയുടെ പങ്ക് വളരെ വലുതായിരുന്നു. അച്ഛൻ്റെ മരണശേഷം അമ്മ തികച്ചും ഒറ്റപ്പെട്ടതുപോലെ തോന്നി. മക്കളായ ഞങ്ങൾക്ക് ജോലികളുടെ ഭാഗമായി പല സ്ഥലങ്ങളിൽ കഴിയേണ്ടി വന്നു. എന്നാൽ അച്ഛൻ്റെ ഓർമ്മകൾ നിറഞ്ഞു നിൽക്കുന്ന കുടുംബ വീട്ടിൽ നിന്നും അമ്മ മാറി നിൽക്കാൻ ആഗ്രഹിച്ചില്ല. മക്കളായ ഞങ്ങളുടെ കൂടെ വന്ന് താമസിക്കാനും അമ്മ തയ്യാറായില്ല. അച്ഛൻ്റെ ഓർമ്മകളിൽ ശ്രീപത്മനാഭൻ്റെ വെളിപ്പാടകലെ രാധാവിലാസത്തിൽ തന്നെ അമ്മ കഴിഞ്ഞു. സമയം കിട്ടുമ്പോഴെല്ലാം അമ്മയുടെ അരികിലേക്ക് ഓടിയെത്താൻ എൻ്റെ മനസ്സ് വെമ്പമായിരുന്നു. അമ്മയുടെ അരികിൽ എത്തുമ്പോൾ മനസ്സിലുള്ള മറ്റു കാര്യങ്ങൾ മറന്നുപോകും. പ്രകൃതിയിലെ സുന്ദരമായ ദൃശ്യം ഭൂമിയിലേക്ക് പിറന്നു വീഴുന്ന ശിശുവിൻ്റേതാണ്. സ്ത്രീ ജീവന്റെ ഉറവിടമാണ്. മാതൃത്വം കൊണ്ട് അനുഗ്രഹീതയാണ്. മാതൃത്വത്തിൻ്റെ അനുഭൂതി നുകരാൻ ആഗ്രഹിക്കാത്ത സ്ത്രീകളില്ല. പിച്ചവച്ച് ഇഴയുന്ന കുഞ്ഞുങ്ങളെ തലോടാൻ ആഗ്രഹിക്കാത്ത പുരുഷന്മാരും. വാസ്തവത്തിൽ കുടുംബം എന്ന വ്യവസ്ഥിതി തന്നെ സന്താനോൽപാദനമാണ് ലക്ഷ്യം വയ്ക്കുന്നതെന്ന് ഋഷിവാക്യം. തലമുറകളുടെ സൗഭാഗ്യവും സൗകുമാര്യവും സമൂഹത്തിൻ്റെ ആരോഗ്യകരമായ നിലനിൽപ്പിൻ്റെ ശുഭസൂചകമായി ഇന്നും തുടരുന്നു. എന്നാൽ വിവാഹം കഴിഞ്ഞ് വർഷങ്ങളായിട്ടും കുഞ്ഞുങ്ങളില്ലാതെ വിഷമിക്കുന്ന ഒരുപാട് ദമ്പതികളുണ്ട് നമ്മുടെ നാട്ടിൽ. ഫീമെയിൽ ഇൻഫെർട്ടിലിറ്റി ഉണ്ടാക്കുന്ന കോസസ് എന്ന് പറഞ്ഞാൽ PCO ഉണ്ട്, ഫൈബ്രോയിഡ് ഉണ്ട്, എൻഡോമെട്രിയോസിസ് ഉണ്ട്. മെയിൽ ഫെർട്ടിലിറ്റി, അതായത് ആണുങ്ങളുടെ ബീജത്തിൻ്റെ കൗണ്ടിൻ്റെ എണ്ണം കുറഞ്ഞു വരുന്നു, അല്ലെങ്കിൽ മോട്ടിലിറ്റി, ചലനശക്തി കുറഞ്ഞു വരുന്നു. ഇതിനെല്ലാം പല കാരണങ്ങളുണ്ട്. വെരിക്കോസീല്, ഹൈഡ്രോസീല്, അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഒരു റീസണും ഇല്ലാതെ തന്നെ സ്പേംസിൻ്റെ കൗണ്ടിൽ വ്യത്യാസം കാണാറുണ്ട്. ഞാനിപ്പോൾ സൗദിയിൽ വർക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ കൺസീവ് ആകുന്ന ടൈമിൽ അതിൽ ചെറിയ കോംപ്ലിക്കേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ സൗദിയിൽ നമ്മൾ ടെസ്റ്റ് ചെയ്തപ്പോൾ ഡോക്ടർ അതിനായിട്ട് ഒരു ചെറിയ പ്രൊസീജിയർ ചെയ്യേണ്ടി വരും. അത് അവിടെ എക്സ്പെൻസീവ് ആയിരുന്നു. അപ്പോൾ നാട്ടിൽ വന്നിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലതെന്ന് ഡോക്ടർ പറഞ്ഞിട്ട് നമ്മളിവിടെ വന്ന് ചെയ്തതാണ്. പാർശ്വവൽക്കരിക്കപ്പെട്ട ഇത്തരം ദമ്പതിമാരുടെ പ്രശ്നങ്ങൾക്ക് സമഗ്ര പരിഹാരമെന്ന നിലയിലാണ് ഡോക്ടർ കെ ജയകൃഷ്ണൻ 2001 KJK ഹോസ്പിറ്റൽ എന്ന പേരിൽ ഒരു വന്ധ്യതാ ക്ലിനിക്ക് സ്ഥാപിച്ചത്. തിരുവനന്തപുരം ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലെ ഇൻഫെർട്ടിലിറ്റി ക്ലിനിക്കിൽ നിന്നുള്ള അനുഭവങ്ങളും പ്രവൃത്തി പരിചയവും വന്ധ്യതാ ചികിത്സാ രംഗത്ത് പുതിയ വാതായനങ്ങൾ തുടങ്ങാനുള്ള അഭിവാഞ്ചയും ഇച്ഛാശക്തിയുമായിരുന്നു ഈ പരീക്ഷണത്തിന് പിന്നിൽ. SAT ആശുപത്രിയിൽ ഏകദേശം 14 വർഷത്തോളം ഞാൻ അവിടുത്തെ ലെക്ചററായിട്ടും അസിസ്റ്റൻറ്റ് പ്രൊഫസറായിട്ട് വർക്ക് ചെയ്യായിരുന്നു. അപ്പോൾ അവിടെ ഇൻഫെർട്ടിലിറ്റി ക്ലിനിക്കിൻ്റെ ചാർജ് ഡോക്ടർ രാധാകുമാരി മാഡത്തിൻ്റെ കൂടെ എനിക്കും ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് കിട്ടിയ എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക് ഏറ്റവും കൂടുതൽ എന്നെ മുന്നോട്ട് നയിച്ചത്. മെഡിക്കൽ കോളേജിൽ സാധാരണത്തിൽ പ്രസവങ്ങൾ മാത്രമാണ് നടക്കുന്നത്. ഇങ്ങനത്തുള്ള വന്ധ്യത ചികിത്സയിൽ കൂടുതലായിട്ടൊന്നും ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പ്രധാനമായിട്ട് ടെസ്റ്റ് ട്യൂബ് ബേബിയുടെ ഒന്നും അവിടെ ഉണ്ടായിരുന്നില്ല ആ സമയത്ത്. പിന്നെ താക്കോൽ ദ്വാര ശസ്ത്രക്രിയയുടെ യാതൊരു സംവിധാനങ്ങളും നമുക്ക് കിട്ടുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതൊക്കെ കൊണ്ടാണ് എനിക്ക് തന്നെത്താനെ ഒരു ആശുപത്രി തുടങ്ങണമെന്നുള്ളൊരു ഐഡിയ വന്നതും. ആദ്യ വർഷം ഒറ്റ ഫ്ലോറിൽ 8 കിടക്കയും ഓപ്പറേഷൻ തിയേറ്റർ, ലാബ്, സ്കാനിംഗ്, IVF ലാബ് എന്നിങ്ങനെയുള്ള പരിമിത സൗകര്യങ്ങളോടെയാണ് ആരംഭം.
എന്നാൽ ആരംഭത്തിൽ തന്നെ ചികിത്സാ അന്വേഷകരുടെ എണ്ണം വർദ്ധിച്ചത് ഹോസ്പിറ്റൽ അധികൃതരെ അത്ഭുതപ്പെടുത്തി. KJK ഒരു സാധാരണ ആശുപത്രി ആയിരുന്നില്ല, അതൊരു സ്പെഷ്യലിസ്റ്റ് ഇൻഫെർട്ടിലിറ്റി ക്ലിനിക്കായിരുന്നു. 2001 മെയ് മാസത്തിൽ ആദ്യ IVF ബാച്ചിലെ 5-ൽ 2 പേർ വിജയശ്രീലാളിതരായി. ഇത് നൽകിയ ആത്മവിശ്വാസം നിസ്സാരമായിരുന്നില്ല. തുടർന്ന് തെക്കൻ കേരളത്തിലെ ആദ്യ ICSI ഇൻട്രാ സൈറ്റോപ്ലാസ്മിക് സ്പേം ഇഞ്ചക്ഷൻ ശിശു 2002-ൽ KJKയിൽ തന്നെ ജന്മം കൊണ്ടു. IVF മുതലായ രീതിയിൽ ഗർഭധാരണം ധരിച്ചു വരുന്ന ഒരു അമ്മയാകുമ്പോൾ പ്രായം കൂടുതലുള്ള അമ്മമാരാണെങ്കിലും വേറെ മെഡിക്കൽ പ്രോബ്ലംസ് ഒക്കെ ഉള്ള അമ്മമാരാണെങ്കിലും അവർക്ക് ചിലപ്പോൾ കൂടുതൽ നമ്പർ ഓഫ് ചെക്കപ്സ് വേണ്ടി വരാറുണ്ട്. സാധാരണ പോലെ കൺസീവ് ചെയ്ത് വരുന്നവരെ അപേക്ഷിച്ച് മിസ്കാരേജിനുള്ള ചാൻസസ് കൂടുതലാണ്, ഗർഭം അലസിപ്പോകാനുള്ള സാധ്യത കൂടുതലാണ്. ഇത് മാത്രമല്ല, മൾട്ടിപ്പിൾ പ്രഗ്നൻസി, അതായത് ട്വിൻ പ്രഗ്നൻസീസ് അല്ലെങ്കിൽ ട്രിപ്ലറ്റ് പ്രഗ്നൻസീസും ഒക്കെ ആകാനുള്ള സാധ്യത കൂടുതലാണ്. ചികിത്സ തേടി എത്തുന്ന ദമ്പതികളിലേറെയും വിവാഹം കഴിഞ്ഞ് 5-10 വർഷം കുഞ്ഞുങ്ങൾക്കായി കാത്തിരിക്കുന്നവരും പങ്കാളികൾക്ക് 40 വയസ്സ് കഴിഞ്ഞവരുമായിരുന്നു. എന്നാൽ പലതവണ ഗർഭധാരണം നടന്ന് ശേഷി നഷ്ടപ്പെട്ടവർക്കും ചികിത്സ കൊണ്ട് ഫലപ്രാപ്തി ലഭിച്ചു എന്നതാണ് KJK ഇതര സ്ഥാപനങ്ങളെക്കാൾ വിശ്വാസ്യത ആർജിക്കാൻ കാരണം. ഒരു ഹോസ്പിറ്റൽ എന്നുള്ള എക്സ്പീരിയൻസിനുപരി വീട്ടിലുള്ള ആൾക്കാർ ഞങ്ങളോട് എങ്ങനെ ബിഹേവ് ചെയ്യുന്നു, അതേപോലെയുള്ള കെയർ, കൺസിഡറേഷൻ, അത് ഭയങ്കര റിലീഫാണ് നമുക്ക് ആ ഒരു സമയത്ത്. അതുകൊണ്ട് എല്ലാ രീതിയിലും KJK എന്ന് പറയുന്നത് ഞങ്ങളുടെ ലൈഫിലെ ഒരു ഇമ്പോർട്ടൻറ്റ് മെമ്പറാണ്, ഒരു ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ്. തുടർന്നങ്ങോട്ട് വന്നെത്തിയ ആവശ്യക്കാരുടെ തിരക്ക് കാരണം 2003-ൽ തന്നെ റൂമുകളുടെ എണ്ണം കൂട്ടേണ്ടി വന്നു. ചികിത്സയിൽ വിജയിച്ച ദമ്പതിമാരുടെ മൗത്ത് പബ്ലിസിറ്റി ആയിരുന്നു വിജയമായി തീർന്നത്. എന്നാൽ ഇന്ന് കാണുന്ന വലിയ ബിൽഡിങ്ങോടുകൂടിയ ആശുപത്രിയുടെ പ്രവർത്തനം 2021-ൽ ആരംഭിച്ചു. വന്ധ്യതാ രംഗത്തെ അത്യന്താധുനിക ചികിത്സാ രീതികൾ അതേ നിലവാരത്തിൽ ഇവിടെ എത്തുന്ന രോഗികൾക്കും പ്രാപ്യമാക്കുക എന്നതായിരുന്നു പ്രഥമ ലക്ഷ്യം. வயிற்றில் கட்டி இருக்குது அப்படின்னு சொல்லிட்டு திருநெல்வேலியில் டாக்டர் சொன்னாங்க. ஸோ அங்கேயே ஆப்ரேஷன் பண்ணுற மாதிரி இருந்தது. ஆனால் அங்கே பண்ணுனா ஓப்பன் சர்ஜரின்னு சொல்லிட்டாங்க. ஸோ இங்கே பண்ணுனா லேப்ரோஸ்கோப் மூலம் பண்ணிடலாம், ரொம்ப பெட்டராகவும் இருக்குதுன்னு சொல்லிட்டு இந்த ஹாஸ்பிட்டலில் சஜஷன் பண்ணாங்க. இங்கே வந்ததுக்கப்புறம் நல்லாவே ட்ரீட்மெண்ட் கொடுத்தாங்க. நான் முழுசாகவே க்யூர் ஆகிட்டேன். ആരംഭത്തിൽ തന്നെ ദമ്പതികൾക്ക് ചികിത്സയുമായി ബന്ധപ്പെട്ട കാരണങ്ങൾ കണ്ടുപിടിക്കുന്നതിനുള്ള പരിശോധന, നിലവിലുള്ള ചികിത്സാ രീതികളുടെ വിശകലനം, പങ്കാളികൾക്ക് ആവശ്യം വേണ്ട കൗൺസിലിംഗ് എന്നിവയും നൽകുന്നു. ഡോക്ടർ ജയകൃഷ്ണന്റെ നേതൃത്വത്തിൽ മെഡിക്കൽ ഓഫീസർമാർ കൂട്ടായി ചർച്ച ചെയ്യുകയും തീരുമാനങ്ങളിൽ എത്തിച്ചേരുകയും ചെയ്യുന്നു. വന്ധ്യതാ രംഗത്ത് KJK ഹോസ്പിറ്റലിലെ ഇൻഹൗസ് ടെക്നോളജി ഇന്ത്യയിൽ ഇന്ന് നിലനിൽക്കുന്ന ഏതൊരു ആശുപത്രിക്കും മുകളിലാണ്. എംബ്രിയോ ഫ്രീസിങ്, എഗ് ഫ്രീസിങ് മുതലായ കാര്യങ്ങളെല്ലാമാണ് കുറച്ചും കൂടെ നൂതനമായ ചികിത്സാ രീതികൾ നമ്മൾ ഈ IVF മേഖലയിൽ കാണപ്പെടാറുള്ളത്. അതുമാത്രമല്ല, ജനറ്റിക് പ്രോബ്ലംസ് ഉള്ള കുഞ്ഞുങ്ങളുള്ളവർക്ക് വേണ്ടി ജനറ്റിക് ടെസ്റ്റിംഗ് ചെയ്യാൻ ഒരു ഹെൽപ്പിനായിട്ട് എംബ്രിയോ ബയോപ്സി എന്നൊരു കാര്യം നമ്മൾ ഈ IVFൻ്റെ ഇടയിൽ തന്നെ പുതിയതായി കാണപ്പെടുന്ന ഒരു ട്രീറ്റ്മെൻറ്റ് രീതിയാണ്. അതായത് നമ്മൾ PGT-A, PGT-M മുതലായ ട്രീറ്റ്മെൻറ്റ് മൊഡാലിറ്റീസ് എല്ലാമാണ് IVFയിൽ എടുക്കുമ്പോൾ തന്നെ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നീക്സ് അല്ലെങ്കിൽ ടെക്നോളജീസ് എന്ന് പറയുന്നത്. അനസ്തേഷ്യ, സ്കാനിംഗ്, പാത്തോളജി, ഓപ്പറേഷൻ തിയേറ്റർ, ലബോറട്ടറി എന്നുവേണ്ട പരിചരണം നൽകുന്ന നഴ്സുമാരും ടെക്നീഷ്യന്മാരും വിദഗ്ധരായ ഡോക്ടർമാരും എംബ്രിയോളജിസ്റ്റുകളും കൂടി ചേരുമ്പോൾ KJK ലോകത്തിന് തന്നെ മാതൃകയാകുന്ന ഒരു അനുഭവമാകുന്നു. ആശുപത്രിയുടെ ഗുണനിലവാരം നിർണ്ണയിക്കുന്ന ISO അംഗീകാരവും
ഗുണനിലവാര പരിശോധനയിൽ പരമോന്നത ക്വാളിറ്റി കൗൺസിലിൻ്റെ NABH അംഗീകാരവും KJK ഹോസ്പിറ്റലിനെ തേടി വന്നു. രാജ്യത്തിനകത്തും പുറത്തും നടക്കുന്ന അക്കാഡമിക് കോൺഫറൻസുകളിൽ പങ്കെടുക്കാനുള്ള ഏതൊരവസരവും ഡോക്ടർ ജയകൃഷ്ണൻ പാഴാക്കാറില്ല. ഇത്തരം കോൺഫറൻസുകളിൽ നിന്നും ലഭിക്കുന്ന നവീനവും വ്യത്യസ്തവുമായ അറിവുകൾ വിദഗ്ധ ചികിത്സയ്ക്കായി പ്രയോജനപ്പെടുത്തുന്നു. താൻ നേടിയെടുത്ത അറിവുകളെല്ലാം മറ്റുള്ളവർക്ക് കൂടി ലഭ്യമാക്കണമെന്ന കർക്കശക്കാരനാണ് ഡോക്ടർ ജയകൃഷ്ണൻ. ഈ ആഗ്രഹത്തിൻ്റെ ഭാഗമാണ് ട്രിവാൻഡ്രം ഒബ്ജിൻ ക്ലബ്ബ് അഥവാ ഒബ്സ്റ്റട്രിക്സ് ഗൈനക്കോളജി ക്ലബ്ബ്. കൃത്യമായ ഇടവേളകളിൽ ദേശീയ അന്തർദേശീയ പ്രഗത്ഭരെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള പ്രഭാഷണങ്ങളാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. പ്രസ്ഥാനം ഈ ഏപ്രിലിൽ 25 വർഷം പിന്നിടുന്നു. ട്രസ്റ്റ് വർത്തി, ട്രാൻസ്പാരൻസി ആൻഡ് ട്രൂത്ത്ഫുൾനെസ് ആയിട്ടാണ് പോയിട്ടുള്ളൂ. എൻ്റെ കൂടെയുള്ള ആൾക്കാരുടെ അടുത്തും അങ്ങനെയാണ് ചികിത്സാ രീതി മുന്നോട്ട് പോകാൻ പറഞ്ഞിരിക്കുന്നത്. പേഷ്യൻസിന് നമ്മൾക്ക് ട്രാൻസ്പെറൻ്റ് ആണ്, ട്രൂത്ത്ഫുൾനെസ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മളുടെ അടുത്ത് വരുള്ളൂ. ഇതാണ് എനിക്ക് കൊടുക്കാനുള്ള സന്ദേശം. ഇന്ന് 40,000 സ്ക്വയർ ഫീറ്റ് ബിൽഡിങ്ങിൽ 3 ഓപ്പറേഷൻ തിയേറ്ററുകൾ, ലേബർ റൂംസ്, ഒരു IVF തിയേറ്റർ, ന്യൂ ബോൺ ICU, ആൻഡ്രോളജി ലാബ്, ഫാർമസി, 16 ഡോക്ടർമാർ, 34 നഴ്സിംഗ് സ്റ്റാഫ്, 6 ലാബ് അസിസ്റ്റൻസ്, ഒരു എംബ്രിയോളജിസ്റ്റ് എന്നിവരുമായി 24 മണിക്കൂറും ചികിത്സ ലഭിക്കുന്ന വലിയൊരു പ്രസ്ഥാനമായി KJK ഹോസ്പിറ്റൽ മാറിയിരിക്കുന്നു. മാറുന്ന ലോകത്ത് മായാത്ത വ്യക്തിമുദ്ര പതിപ്പിക്കുന്നവർ വിരളമാണ്. വാത്സല്യനിധിയായ പിതാവ്, ഗൗരവക്കാരനായ ഡോക്ടർ, കർക്കശ്യക്കാരനായ ടീം മാനേജർ, ക്രാന്തദർശിയായ സംരംഭകൻ എന്നിങ്ങനെ വ്യത്യസ്ത നിലകളിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഡോക്ടർ ജയകൃഷ്ണന് ജീവിതം എന്നത് സമ്മോഹനമായ സ്മരണകളാണ്, അനിതര സാധാരണമായ പ്രയാണമാണ്. കാലം കാത്തുവച്ച അവസരങ്ങളൊന്നാകെ കരുതലോടെ ഉപയോഗപ്പെടുത്തിയുള്ള ഒരു യാത്ര. സൗഹൃദങ്ങളുടെ കരുത്തും കരുതലും തലോടലും പൂർത്തിയാകുമ്പോൾ ഡോക്ടർ ജയകൃഷ്ണന് ജീവിതം ഊഷ്മളമായ ഒരു അനുഭവമാകുന്നു.